അല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്, മാർക്സ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ സ്വാഭിപ്രായം തുറന്നു പറയും. പറയാൻ പാടില്ലാത്തത് പറയത്തില്ല പാർട്ടിയെപ്പറ്റി. പാർട്ടിക്ക് അകത്ത് പറയേണ്ടത് അവിടെ അതല്ല പറയുന്നത്. സ്വാഭിപ്രായങ്ങൾ, സാമൂഹിക വിമർശനങ്ങൾ തുറന്നു പറയണം. പൊതുഖജനാവ് കൊള്ളയടിക്കുന്നവരെ പറ്റി, അഴിമതി കാണിക്കുന്നവരെ പറ്റി, വർഗീയവാദികളെ പറ്റി, മറ്റ് വൃത്തിയിലുള്ളവരെ പറ്റി പേര് പറയാതെ ഞാൻ പൊതുവിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിഷ്ടപ്പെടാത്തവരാണിത് പറയുന്നത്. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെ പറ്റിയാണെന്ന് സ്വയം ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? സാമൂഹിക വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടത്തില്ല. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലല്ലേ പാർട്ടി നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പി കൃഷ്ണപിള്ള അടക്കം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്നു. സോഷ്യൽ സർവീസിൽ എല്ലാവരും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നിട്ട് ഇവരെയെല്ലാം ജനങ്ങളെ അംഗീകരിച്ച് അവരെയെല്ലാം ജനങ്ങളുടെ കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ സോഷ്യൽ സർവീസ് ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സർവീസ്. സോഷ്യൽ സർവീസിൽ നിന്നും ഡൈവേഴ്സ് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ സർവീസിന് ആളുണ്ടാവില്ല. ഈ ചില പാർട്ടികൾ ആളില്ലാത്തതിൻ്റെ കാരണം അവർക്ക് സോഷ്യൽ സർവീസ് ഇല്ല. CPM സോഷ്യൽ സർവീസ് ഉണ്ട്, വാർഡ് അടിസ്ഥാനത്തിലുണ്ട്, കുടുംബാടിസ്ഥാനത്തിലുണ്ട്. അതെവിടെയൊക്കെ ശക്തമാണോ അവിടെയല്ലേ നിന്ന്. പത്തനംതിട്ടയിൽ അഭിമാനകരമായ അസംബ്ലി വിജയമാണ്. 5 സീറ്റും ജയിച്ചവിടെ. ഇവിടെ പോലും 1 സീറ്റ് പോയി. ഹരിപ്പാട് 5 സീറ്റും ജയിപ്പിച്ച ജനങ്ങളാണ് ഇവിടെയുള്ളത്. അതിൻ്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും പൊതു അഭിപ്രായമല്ല വന്നത്. രാജീവ് അബ്രഹാമാണ് ജില്ലാ സെക്രട്ടറി. അതിസമർത്ഥനായ സഹാവാണ്. നല്ല പാർലമെൻറ്റേറിയനാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. നമ്മൾ ഒരുമിച്ച് അസംബ്ലി 20 വർഷക്കാലം ഇരിക്കുകയും നടക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അനന്തഗോപനെ അറിയാം, എല്ലാവരെയും അറിയാം. എനിക്ക് ഓമല്ലൂർ ശങ്കരനെ അറിയാം, TK നായരെ അറിയാം. ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് വിമർശനം മാത്രമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? അല്ല, ഞാനങ്ങനെ കാണുന്നുള്ളൂ. കാരണം ഒരു ഏരിയ കമ്മിറ്റിക്കൊന്നും അങ്ങനെ വിമർശിക്കാനൊക്കത്തില്ല. എന്തടിസ്ഥാനത്തിൽ വിമർശിക്കണം? എന്തിനങ്ങനെ വിമർശിക്കണം? ഏത് കാര്യമെന്ന് പറയുന്നില്ലല്ലോ. ഇന്നത് പറഞ്ഞത് പാർട്ടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തിരുത്തിക്കൂടെ? അതില്ല, ആക്ഷേപിക്കാൻ പറയുന്നതാണിത്. സംശയം എന്താ? നീക്കമൊന്നുമല്ല ആ പറഞ്ഞ ആൾ. എനിക്കൊരു നീക്കത്തെപ്പറ്റി സംശയം. ഞാനൊന്നും അങ്ങനെ ഒന്നും യാതൊരു തരത്തിലുള്ള ഹെഡിങ്ങുകളും കൊടുത്തേക്കരുത്. ഞാൻ പറയാത്ത ഒന്നും നിങ്ങൾ തലയ്ക്ക് ഹെഡിങ് കൊടുക്കരുത്. ഇത് വളരെ ക്രൂഷ്യലായ കാര്യങ്ങളാണ്. ഇനിയും പറയേണ്ടി വരും. അയാൾ മനഃപൂർവ്വം ചെയ്തതാണ്. അയാളെ കൊണ്ടാണ് പറയിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരു വലിയ വിഭാഗമൊന്നും അല്ല. ആരോ ഉണ്ടാവും. ഇവിടെയുണ്ടല്ലോ ചിലർ. എന്നെ കല്യാണത്തിന് വിളിക്കരുത്, മരണം അറിയിക്കരുതെന്നൊക്കെ 2021, 2022 പറഞ്ഞല്ലോ ഇവിടെ നടന്നിട്ട് ഓരോരുത്തർ. അവരൊക്കെ ഇപ്പോൾ എവിടെ? ആയിരക്കണക്കിന് കല്യാണത്തിനല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം കഴിഞ്ഞ് സഞ്ചയനത്തിന് പോകണം, 14 ദിനത്തിന് പോകണം ചേട്ടത്. അവളൊന്ന് വിളിക്കുകയാണ്. അല്ലാതെ MLA സ്ഥാനം MP സ്ഥാനമൊക്കെ നീട്ട് 48ാമത്തെ 58ാമത്തെ വയസ്സിലെ MLA MP ഒക്കെ ആയത് അറിയാമോ? ഞാൻ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നായിരുന്നപ്പോഴൊന്നും ഞാൻ മത്സരിച്ചിട്ടില്ല. വളരെ ലേറ്റായിട്ടാണ്. നന്നായി, കാരണം അപ്പോൾ എനിക്ക് കുറച്ച് അറിവൊക്കെ വന്നല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്തതൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് നടന്നു. ഈ നാട്ടിൽ ചെയ്ത എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ല. മരിക്കുന്നതിന് വരെ പാർട്ടി മെമ്പറായി ആരോഗ്യമുള്ള കാലത്ത്. ആരോഗ്യമില്ലെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് പോകില്ല. പാർട്ടിയുടെ രീതി അതാ. ചുമതലകളൊന്നും തരത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. മരിക്കുന്നതോടുകൂടി ആയിരിക്കും പാർട്ടി മെമ്പർഷിപ്പ് പോകുന്നത്. എന്തായാലും ഒരു 10 വർഷം കൂടെ ഞാനുണ്ടാവും. അക്കാലത്ത് ഒരു സംശയമില്ല. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനും കൂടി കൈപൊക്കി കമ്മിറ്റിക്കകത്ത്. ഞാനതിനെ എതിർത്തില്ല. ഞാനതിനെ കൈപൊക്കി. കാരണം പാർട്ടിയുടെ പൊതു താല്പര്യമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഭാവിയിൽ പിന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഗുണകരമാണോ ഇല്ലെന്നൊരു 5-10 വർഷം നോക്കി കഴിഞ്ഞിട്ട് അത് പാർട്ടിക്ക് വേണം തീരുമാനിക്കുക. അത് പോട്ടെ, അതൊരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ. അത്രയേ ഉള്ളൂ. അവിടെ ഞാൻ ബ്രാഞ്ചിലാണ്. എല്ലാ ബ്രാഞ്ച് സമ്മേളനത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവർ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ സെക്രട്ടറിയെ പറഞ്ഞ് വിളിപ്പിക്കുകയാണ്. ഇനി പാർട്ടി കോൺഗ്രസിന് ഡോക്യുമെൻ്റ് ചർച്ച ചെയ്യാൻ 3-ാം തീയതി വൈകിട്ട് 5:30 വിളിച്ചിട്ടുണ്ട് DC ഓഫീസിൽ. മതിയല്ലോ. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഈ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ സുധാകരനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു സുധാകരൻ. താൻ പാർട്ടി പ്രവർത്തകനായി തുടരും. വിമർശനങ്ങൾ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ മാത്രമാണ്. ഇന്ന വിഷയത്തിൽ വിമർശിക്കുന്നു എന്ന് പറയാത്ത വിമർശനങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. പാർട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു വയ്ക്കുകയാണ്.